കാട്ടാനയുടെ ആക്രമണത്തിൽ ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോൾ കൊല്ലപ്പെട്ടതിൽ വയനാട്ടിൽ പ്രതിഷേധമിരമ്പി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും പോലീസിനും നേരെ ജനരോഷമുയർന്നു. ജനക്കൂട്ടം അക്രമാസക്തമായതോടെ പോലീസ് 2 തവണ ലാത്തി വീശി. മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ചപ്പോഴാണ് സംഘർഷത്തിന് തുടക്കം. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും നാളെയും പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. രാവിലെ 6 മണി കുറുവാദ്വീപിലെ താൽക്കാലിക ജീവനക്കാരൻ പോളിന്റെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായി. മൃതദേഹം പുറത്തെത്തിച്ചത് മുതൽ തുടങ്ങിയതാണ് പ്രതിഷേധം. ആദ്യം കളക്ടറേറ്റ് മുന്നിൽ മൃതദേഹവുമായി കുത്തിയിരിക്കാനായിരുന്നു നാട്ടുകാരുടെ തീരുമാനം. എന്നാൽ പിന്നീട് നടന്നത് നാടകീയ സംഭവങ്ങൾ. സമയം രാവിലെ 10 മണി. മൃതദേഹം പുൽപ്പള്ളിയിൽ. ജില്ലാ കളക്ടറും CCFും എത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ നഗരത്തിൽ നിന്ന് മൃതദേഹം മാറ്റാൻ കഴിയൂ എന്ന് നാട്ടുകാർ. ജില്ലാ കളക്ടർ രേണുരാജ്, നോർത്തേൺ സർക്കിൾ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ KS ദീപ എന്നിവർ സ്ഥലത്ത്. തുടർന്ന് ജനപ്രതിനിധികളുമായി ചർച്ച. ഇതിനിടയിൽ പുൽപ്പള്ളി 56-ൽ കടുവ പശുവിനെ കൊന്നു. പശുവിൻ്റെ ജഡവുമായി നാട്ടുകാർ നഗരത്തിലേക്ക്. വനം വകുപ്പിൻ്റെ വാഹനം പിടിച്ചെടുത്ത പ്രതിഷേധക്കാർ ടയറിലേക്ക് കാറ്റഴിച്ചു. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. വാഹനത്തിന് റീത്തുവെച്ച് കടുവ പാതി തിന്ന പശുവിൻ്റെ ശരീരം ജീപ്പിന് മുകളിൽ കെട്ടിവെച്ച് പ്രദർശിപ്പിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ: ഞങ്ങൾക്ക് ഒരു പൈസയും വേണ്ട. ഈ നാട്ടിൽ ഇറങ്ങിക്കുന്ന മൃഗങ്ങളെ തിരിച്ചു കയറ്റി അതിനുള്ള സംവിധാനമാണ് ഇവിടെ വേണ്ടത്. കാടും നാടും വേർതിരിച്ചിട്ടുള്ള സംവിധാനമാണ് ഇവിടെ വേണ്ടത്. അല്ലാണ്ട് ഒരു പൈസയല്ല വേണ്ടത്. പൈസ വേണമെങ്കിൽ ആർക്ക് വേണേലും കൊടുക്കാം. അതല്ല ഇവിടെ വേണ്ടത്. ചർച്ച കഴിഞ്ഞ് ആവശ്യങ്ങൾ പരിഗണിച്ചെന്നറിയിക്കാനെത്തിയ MLA-മാർക്ക് നേരെയും ജനരോഷം. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർക്കും പരുക്ക്. ഒടുവിൽ 12:45 പോലീസ് ലാത്തി വീശി. പോളിന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് പാക്കത്തെ വീട്ടിലേക്ക്. ഉച്ചയ്ക്ക് 1:45 ഉന്നത ഉദ്യോഗസ്ഥരെത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചത് രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ മൃതദേഹം പുറത്തിറക്കൂവെന്ന് കുടുംബം. വീണ്ടും പ്രതിഷേധം. ഒടുവിൽ ADM ദേവകി പാക്കത്തെ വീട്ടിലേക്ക്. സർക്കാർ നൽകിയ ഉറപ്പ് വായിച്ചു കേൾപ്പിക്കുന്നു. നഷ്ടപരിഹാര തുകയായ 5 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറുന്നതും ബാക്കി 5 ലക്ഷം രൂപ തഹസിൽദാരുടെ പക്കൽ നിന്നും അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന അന്നേ ദിവസവും കൈമാറുന്നതാണ്. വീട്ടിലെ പൊതുദർശനം. 4 മണിയോടെ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം പുൽപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലേക്ക്. വനം വകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരൻ പോളിന് കണ്ണീരോടെ വിട. പാക്കത്തെ വീട്ടിൽ ഇനിയുള്ളത് ഓർമ്മകൾ മാത്രം. അച്ഛനും ഭർത്താവും നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ അനാഥത്വം. വയനാട്ടിൽ നിന്ന് പ്രജുൽ സുരേഷിനൊപ്പം അരുൺ പാറക്കൽ, 24. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന് ചികിത്സ വൈകിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. പുൽപ്പള്ളിയിലേത് വൈകാരിക പ്രതികരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രകോപനപരമായ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മന്ത്രി AK ശശീന്ദ്രന് നേരെ വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ച് വയനാട് MP രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി. നാളെ രാവിലെ വയനാട്ടിലേക്ക് തിരിക്കും. പോളിന്റെ മരണത്തിന് കാരണം ചികിത്സ വൈകിയതാണെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ഇത് നിഷേധിക്കുകയാണ് വനം മന്ത്രിയും ആരോഗ്യമന്ത്രിയും. പ്രാഥമികമായി ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് അത്തരം വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ്. പിന്നെ അങ്ങനെ രാഷ്ട്രീയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും കഴമുണ്ടോ എന്ന് അന്വേഷിക്കാൻ സർക്കാരിന് യാതൊരു വൈമുഖ്യവുമില്ല. ഈ സംഭവമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ഈ സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പുൽപ്പള്ളിയിലെ പ്രതിഷേധം ഭയത്തിൽ നിന്ന് വരുന്ന വൈകാരിക പ്രതികരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വനംവകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണ് അപകട സാഹചര്യം വർദ്ധിപ്പിച്ചതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും ആരോപിച്ചു. പ്രകോപനപരമായ സമരത്തിൽ നിന്ന് ജനങ്ങൾ പിന്മാറണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. ഹർത്താലിൽ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. കാരണം ഓരോന്നായി മാറി പോകും. അപ്പോൾ അതിനെ മറ്റൊരു തരത്തിലേക്ക് നമ്മൾ വ്യാഖ്യാനിച്ച് അതിലേക്ക് ഇനി ചർച്ച പോകും. മാധ്യമങ്ങളെ ആക്രമിക്കുന്നത് ശരിയാണോ? വയനാട്ടിലെ ജനകീയ പ്രതിഷേധത്തിന് ഒന്നാമത്തെ ഉത്തരവാദി LDF സർക്കാരെന്ന്
MLA-മാരായ ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും കുറ്റപ്പെടുത്തി. ജനപ്രതിനിധികൾക്കെതിരെ ആളുകളെ തിരിച്ചുവിടാൻ ബോധപൂർവ ശ്രമം നടന്നുവെന്നും ടി സിദ്ദിഖ് ആരോപിച്ചു. ബോധപൂർവം വഴിതിരിച്ചുവിടാൻ ഒരു ചെറിയ ശ്രമം നടന്നു. ഞങ്ങൾ ആ ശ്രമത്തിൽ ഒരു കാരണവശാലും വീഴുന്ന പ്രശ്നമില്ല. മന്ത്രി AK ശശീന്ദ്രന് നേരെ കോഴിക്കോട് കാരപ്പറമ്പിലും സൈബർ പാർക്കിന് സമീപവും യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. 24 വയനാട്. വയനാട്ടിൽ കർഷകനെ ചവിട്ടിക്കൊന്ന കാട്ടാന ബേലൂർ മഖിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം ഇന്നും വിഫലം. ദൗത്യസംഘം വൈകിട്ട് 7 മണി വരെ ആനയെ പിന്തുടർന്നെങ്കിലും മയക്കുവെടി വെക്കാനായില്ല. തിരച്ചിലിനിടെ ഒപ്പമുള്ള മോഴയെ തുരത്തുന്നതിനിടെ കുങ്കിയാനകൾക്ക് നേരെയും ബേലൂർ മഖിനെ തിരിഞ്ഞു. പുഞ്ചവയൽ വനമേഖലകളിലായിരുന്നു ഇന്ന് കാട്ടാനയുടെ സാന്നിധ്യം. ഡോക്ടർ അരുൺ സഖറിയയും 25 കർണാടക വനപാലക സംഘവും ദൗത്യത്തിനൊപ്പമുണ്ട്. ദൗത്യം നാളെയും തുടരും. പാലക്കാട് മലമ്പുഴയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. മലമ്പുഴ, കവ, ആനക്കല്ല്, മുതിരാങ്കുന്ന് മേഖലകളിലാണ് ഇന്നലെ വൈകിട്ടോടെ കാട്ടാനക്കൂട്ടം എത്തിയത്. ചൂട് കൂടിയതോടെ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം സ്ഥിരമായി എത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ആനകൾ വരാറുണ്ട്, നിറയെ ആനകളുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഈ അടുത്ത റീസണിൽ വന്നിട്ട് ഒരു 3 ദിവസം മുമ്പ് ഒരു 34-35 ഉണ്ടായിരുന്നു. കുട്ടികളുണ്ടായിരുന്നു കൂടെ, കുറേ കുട്ടികളുണ്ട്, ഒരു 6-7 കുട്ടികളുണ്ട്. പിന്നെ വലിയ ആനകൾ വേറെയും. ഇതിൽ അപകടം വന്നിട്ട് ഡാമിലേക്ക് പോകുന്ന ഈ രാത്രിയൊക്കെ പോകുന്ന മീൻപിടുത്തക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം സാധ്യത ഉള്ളത്. പിന്നെ ഈ ബാധിക്കൊക്കെ വരും, അത്യാവശ്യം വന്ന് വാഴയും തെങ്ങൊക്കെ വലിച്ചിട്ട് അവർ പോകും. ഇപ്പോൾ വന്നിട്ട് 3 ഗ്രൂപ്പായിട്ട് പിരിഞ്ഞു. ഒന്ന് വന്നിട്ട് മലമ്പുഴ വഴിക്ക് പോയി, ഒന്ന് വന്നിട്ട് IMA വഴിക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഒരു ടീം വന്നിട്ട് ഇതിനകത്ത് തന്നെ ഉണ്ട്. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മാവോയിസ്റ്റ് പ്രവർത്തകൻ സുരേഷിനെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യും. കേസിന്റെ അന്വേഷണം ATS ഏറ്റെടുക്കും. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള സുരേഷിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. പരിക്കേറ്റ സുരേഷിനെ ഇന്നലെയാണ് മാവോയിസ്റ്റ് സംഘം കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി കോളനിയിൽ ഉപേക്ഷിച്ച് കടന്നത്. 2 വനിതകൾ ഉൾപ്പെട്ട 6-അംഗ സായുധ മാവോയിസ്റ്റ് സംഘം കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിലെ ചിറ്റാരിയിലെത്തിയത് ഇന്നലെ വൈകിട്ട് 6-ന്. സംഘാംഗമായ ചിക്കമംഗളൂർ സ്വദേശി സുരേഷിന് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. പ്രദേശത്തെ ചപ്പിലി കൃഷ്ണന്റെ വീട്ടിലെത്തി സുരേഷിന് ചികിത്സ ലഭ്യമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച സംഘാംഗങ്ങൾ സുരേഷിനെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് മടങ്ങി. ഇവർക്ക് പരിക്ക് പറ്റിയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇയാൾ ആന ചവിട്ടിയാന്ന് പറഞ്ഞു, ആന കുത്തിയതാന്ന് പറഞ്ഞു, ആന ചികിത്സ കൊടുക്കണം, ആന കുത്തിയാന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, വണ്ടിക്ക് ആംബുലൻസിന് വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ട് അവരങ്ങ് പോയി. കാലുകൾക്ക് പരിക്കേറ്റ സുരേഷിനെ പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരാണ് ആംബുലൻസിൽ കയറ്റി പോലീസിന് കൈമാറിയത്. സ്ഥലത്തെത്താതെ വഴിയിൽ കാത്തുനിൽക്കുകയായിരുന്നു പോലീസ്. മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റി അംഗമാണ് സുരേഷ്. നിങ്ങൾക്ക് എന്താണ് തൊഴിലെന്ന് ചോദിച്ചപ്പോൾ യാതൊരു സങ്കോചവുമില്ലാതെ സുരേഷ് പറഞ്ഞു, ഞാൻ മാവോയിസ്റ്റാണ്, ഞങ്ങൾ 6-അംഗ സംഘമാണ്, അവരൊക്കെ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയി. അവർ സിക്കറ്റി ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരെയുള്ള പാടാങ്കവലയിലേക്ക് ഞങ്ങളൊക്കെ പോവുകയാണ്. പോകുന്ന സമയത്ത് പാടാങ്കവലയിൽ പയ്യാവൂർ പോലീസ് അവിടെ ഉണ്ടായിരുന്നു. അവരത് ഏറ്റെടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 കണ്ണൂർ. SFIO അന്വേഷണം നിയമപരമെന്ന് കോടതി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ കർണാടക ഹൈക്കോടതി വിധിയുടെ പകർപ്പ് പുറത്ത്. SFIOയുടെ അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നു. അന്വേഷണം റദ്ദാക്കാൻ എക്സാലോജിക് കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതിയുടെ കണ്ടെത്തൽ. SFIOയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി ഇന്നലെയാണ് തള്ളിയത്. 46 പേജുള്ള വിധിയുടെ പൂർണ്ണരൂപം ഇന്ന് പുറത്തുവന്നു. SFIOയുടെ അന്വേഷണം നിയമപരമാണെന്നും കേന്ദ്ര ഏജൻസിയെ അന്വേഷണം ഏൽപ്പിച്ചതിൽ തെറ്റില്ലെന്നും വിധിയിൽ പറയുന്നു. പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. അന്വേഷണം റദ്ദാക്കാൻ എക്സാലോജിക്ക് ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം റദ്ദാക്കാനോ സ്റ്റേ ചെയ്യാനോ കഴിയില്ലെന്നും ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നു. ഒരേ കേസിൽ 2 അന്വേഷണം നടക്കുന്നതിലെ നിയമവിരുദ്ധതയാണ് എക്സാലോജിക്ക് പ്രധാനമായും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കമ്പനി നിയമത്തിലെ 210-ാം നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണം പൂർത്തിയായതാണെന്നും തുടർന്നാണ് 212-ാം വകുപ്പ് പ്രകാരം കേസ് ഏറ്റെടുത്തതെന്നും അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചു. ഇത് പരിഗണിച്ച കോടതി അന്വേഷണം SFIO ഏറ്റെടുക്കുന്നതിൽ തെറ്റില്ലെന്നും നിരീക്ഷിച്ചു.
വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നടപടികളുമായാണ് എക്സാലോജിക് മുന്നോട്ടു പോകുന്നത്. നിബന്ധനകളില്ലാതെ സ്വതന്ത്ര അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ വീണയിലേക്കും എക്സാലോജിക്കിലേക്കും വേഗത്തിലെത്താനാണ് SFIO ശ്രമിക്കുന്നത്. 24 ബംഗളൂരു. മാസപ്പടി വിവാദത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട മാത്യു കുഴൽനാടൻ MLA പ്രതിസന്ധിയിലാണെന്നും ഇൽമനേറ്റ് ലഭ്യമാക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് CMRL നൽകിയ നിവേദനത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടതായി ആരോപണം. തോട്ടപ്പള്ളി മണൽ നീക്കത്തിനു ശേഷം CMRL കോടികളുടെ സാമ്പത്തിക വളർച്ച നേടിയെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. 2017 നഷ്ടത്തിലായിരുന്ന CMRLനെ ലാഭത്തിലാക്കിയതിന്റെ പ്രതിഫലമാണ് എക്സാലോജിക്കിന് ലഭിച്ചതെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. 2022 6 കോടി ലാഭം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന കമ്പനി 2023 ആയപ്പോൾ 56 കോടിയിലേക്ക് മാറി. 56 കോടിയിലേക്ക്. ഇവിടെ ഇൽമിനേറ്റ് അവൈലബിൾ അല്ലാത്തപ്പോൾ മൊസാംബിക്കിൽ നിന്നും ജപ്പാനിൽ നിന്നും UAE നിന്നും അതുപോലെ തന്നെ ചൈനയിൽ നിന്നും ഇൽമിനേറ്റ് ഇമ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന കമ്പനിക്ക് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇത് അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ഖനനമല്ലാത്ത നിരക്കിൽ കേവലം മണ്ണ് നീക്കം ചെയ്യലെന്ന പേരിൽ ഇത്രമാത്രം ലക്ഷക്കണക്കിന് ടൺ മണ്ണ്. സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടും. UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ പ്രഖ്യാപിച്ചു. PJ ജോസഫാണ് കോട്ടയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് 24നോട് പറഞ്ഞു. കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ UDFൽ ധാരണയായതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരള കോൺഗ്രസ് നടത്തിയത്. നിരവധി പേരുകൾ സ്ഥാനാർത്ഥി ചർച്ചയിൽ ഉയർന്നു വന്നുവെങ്കിലും അവസാനം ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തുകയായിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം കോട്ടയത്ത് PJ ജോസഫ് നടത്തി. പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനും മുൻ MPയുമായിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും കോട്ടയത്തെ സ്ഥാനാർത്ഥി. പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആത്മാർത്ഥതയോടെ നിറവേറ്റുമെന്ന് ഫ്രാൻസിസ് ജോർജ് 24നോട് പറഞ്ഞു. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുമെന്നാണ് ആത്മവിശ്വാസം. തോമസ് ചാഴിക്കാടന് വലിയ ഭൂരിപക്ഷം ലഭിച്ചത് UDFനൊപ്പം നിന്നപ്പോഴാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാർജിൻ കിട്ടിയത് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ്. ഇന്ന് അദ്ദേഹം LDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഇത് പരമ്പരാഗതമായി UDFന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ്. പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. LDF സ്ഥാനാർത്ഥി പ്രമുഖരെ നേരിൽ കണ്ട് വോട്ട് തേടുന്ന തിരക്കിലാണ്. 1980 ശേഷം വീണ്ടും കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കോട്ടയത്ത് കളമൊരുങ്ങിയിരിക്കുകയാണ്. 44 വർഷങ്ങൾക്കിപ്പുറം നടക്കുന്ന പോരാട്ടത്തിന് അതുകൊണ്ട് തന്നെ വീറും വാശിയും ഇരട്ടിയാകും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPIM പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണ. വിയോജിപ്പ് അറിയിച്ചെങ്കിലും ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണനെ തന്നെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. വടകരയിൽ KK ശൈലജയും കണ്ണൂരിൽ MV ജയരാജനും സ്ഥാനാർത്ഥികളായേക്കും. ആറ്റിങ്ങലിൽ V ജോയി സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചു. കഴിഞ്ഞ തവണത്തെ വമ്പൻ തോൽവി ഇത്തവണ ആവർത്തിക്കരുതെന്ന വാശിയിലാണ് CPIMന്റെ സ്ഥാനാർത്ഥി നിർണയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാണ് CPIMന്റെ ഏക പ്രതീക്ഷ. MLAമാർ, ജില്ലാ സെക്രട്ടറിമാർ, മുതിർന്ന നേതാക്കളടക്കം പ്രമുഖരെയാണ് മത്സരരംഗത്തിറക്കുന്നത്. ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറി V ജോയ് സ്ഥാനാർത്ഥിയാകും. ജില്ലാ കമ്മിറ്റിയിൽ മറ്റു പേരുകളൊന്നും ചർച്ചയായില്ല. കൊല്ലത്ത് നടനും MLAയുമായ M മുകേഷ് മത്സരിക്കാനാണ് ധാരണ. പത്തനംതിട്ടയിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ തോമസ് ഐസക്, ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് എന്നിവർ മത്സരിക്കാനാണ് ധാരണ. പാലക്കാട് A വിജയരാഘവൻ സ്ഥാനാർത്ഥിയായേക്കും. താൽപ്പര്യമില്ലെന്നറിയിച്ചെങ്കിലും ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണൻ മത്സരിക്കണമെന്നാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. വടകരയിൽ KK ശൈലജയും കണ്ണൂരിൽ MV ജയരാജനും വന്നേക്കും. കോഴിക്കോട് എളമരം കരീമിനെയും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെയുമാണ് പരിഗണിക്കുന്നത്. മലപ്പുറത്ത് VP സാനുവിനെയും പൊന്നാനിയിൽ KT ജലീലിനെയും ആലോചിക്കുന്നുണ്ടെങ്കിലും തീരുമാനമായില്ല. എറണാകുളം, ചാലക്കുടി എന്നീ സീറ്റുകളിൽ ജില്ലാ കമ്മിറ്റികൾക്ക് ശേഷം ധാരണയുണ്ടാക്കും. 21 ചേരുന്ന സംസ്ഥാന കമ്മിറ്റി പട്ടിക വീണ്ടും ചർച്ച ചെയ്ത് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾക്ക് വിടും. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ ഈ മാസം 27 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം.
പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. വയനാട് പുൽപ്പള്ളി 56-ൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. കടുവയുടെ മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികന് പരുക്ക്. വാഴയിൽ അനീഷിനാണ് പരിക്കേറ്റത്. അനീഷിനെ ബത്തേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, കടുവയുടെ ആക്രമണമാണോ അതല്ല മറ്റെന്തെങ്കിലും തരത്തിൽ ഈ കടുവയെ കണ്ട അപകടമുണ്ടായതാണോ? ഈ പ്രദേശത്ത് വനംവകുപ്പിന്റെ തെരച്ചിലോ പരിശോധന നടക്കുന്നുണ്ടോ? ഗൂഗിൾ, കടുവയുടെ ആക്രമണമല്ല, കടുവയെ കണ്ട് പേടിച്ച് ബൈക്കിൽ നിന്ന് വീണാണ് അപകടം പറ്റിയിരിക്കുന്നത്. എന്തായാലും പുൽപ്പള്ളി 56-ൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്ത പശുവിനെയും കൊണ്ട് പുൽപ്പള്ളി നഗരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടത്. ആ പ്രദേശത്ത് തന്നെയാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മാസമായി ആ സ്ഥലത്ത് 10 തവണയോളം കടുവയുടെ സാന്നിധ്യം കണ്ടിരുന്നു. വനംവകുപ്പിന് ഇക്കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചിരുന്നു. പക്ഷേ ഇതിലൊന്നും പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. ഈ പ്രദേശത്ത് വീണ്ടും ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു. ഈ ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു വാഴയിൽ അനീഷ് വീടിന് മുന്നിൽ എത്താറാകുമ്പോഴേക്കും റോട്ടിൽ കടുവ കുറുകെ ചാടുകയായിരുന്നു. കടുവയെ കണ്ട് പേടിച്ചാണ് അനീഷ് ബൈക്കിൽ നിന്ന് വീണത്. ആദ്യം അനീഷിനെ പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് കൂടുതൽ ചികിത്സയ്ക്കായി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കടുവ ഇപ്പോഴും ആ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ പരിശോധന നടത്തുകയാണ്. ഗൂഗിൾ, ഏതായാലും ഇത് വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയ പുൽപ്പള്ളിയിലാണ്. 56-ലാണ് ഇപ്പോൾ വീണ്ടും രാത്രിയിൽ കടുവയെ കണ്ടിരിക്കുന്നത്. ഏതായാലും ആശങ്ക ഒഴിയുന്നില്ല. വയനാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ് വന്യജീവികൾ വീണ്ടും ഓരോന്നായി. അരുൺ പാറക്കലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. താമരയോടടുത്ത് കമൽനാഥ്. ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് ഡൽഹിയിൽ. ബി.ജെ.പി നേതാക്കളുമായി ചർച്ച നടത്തിയേക്കും. ബി.ജെ.പിയിൽ ചേരുമെന്ന റിപ്പോർട്ടുകൾ കമൽനാഥ് നിഷേധിച്ചില്ല. സമൂഹ മാധ്യമങ്ങളിലെ ബയോയിൽ കോൺഗ്രസ് എന്ന് രേഖപ്പെടുത്തിയത് മകൻ നകുൽനാഥ് ഒഴിവാക്കി. കമൽനാഥിന് പാർട്ടി എല്ലാം നൽകിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. അടുത്ത 48 മണിക്കൂറിനകം മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥും മകൻ നകുൽനാഥും ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കമൽനാഥ് ഡൽഹിയിലെത്തിയത്. ബി.ജെ.പിയിൽ ചേരുമോ എന്ന ചോദ്യത്തോട് കമൽനാഥിന്റെ പ്രതികരണം ഇങ്ങനെ: आप लोग एक्साइट हो रहे हैं, मैंने कहा मैं तो एक्साइट नहीं हूं इस तरफ या उस तरफ, पर बात यह है कि अगर ऐसी कोई बात होगी मैं आप सबको सबसे पहले खबर करूंगा. കമൽനാഥിന്റെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെ നകുൽനാഥ് തന്റെ സമൂഹ മാധ്യമങ്ങളിലെ ബയോയിൽ നിന്നും കോൺഗ്രസ് എന്നത് ഒഴിവാക്കി. കമൽനാഥിന് 12 കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസിൽ നിരാശരായ നേതാക്കൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് മധ്യപ്രദേശ് ബി.ജെ.പി അധ്യക്ഷൻ VD ശർമ്മ പ്രതികരിച്ചു. അതേസമയം കമൽനാഥിന് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ പാർട്ടിയുമായി ബന്ധമുണ്ടെന്നും പാർട്ടി എല്ലാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും കമൽനാഥിന്റെ രാജി ഹൈക്കമാൻഡ് ചോദിച്ചു വാങ്ങിയിരുന്നു. രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യം കൂടി നേതൃത്വം നിഷേധിച്ചതോടെയാണ് കമൽനാഥ് പാർട്ടി വിടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിയുടെ ദേശീയ കൗൺസിൽ യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. 2 ദിവസത്തെ യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തീരുമാനങ്ങൾ യോഗത്തിലുണ്ടാകും. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 37% വോട്ട് വിഹിതത്തോടെ അധികാരത്തിൽ വരുമെന്ന് JP നദ്ദ പറഞ്ഞു. ബഹിരാകാശത്ത് വിജയക്കുതിപ്പ് തുടർന്ന ഇന്ത്യ. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 5:35 വിക്ഷേപണം. ദൗത്യം വിജയകരമെന്ന് ISRO പ്രഖ്യാപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണത്തറയിൽ നിന്ന് കുതിച്ച GSLV F-14 18 മിനിറ്റും 7 സെക്കൻഡുകളും കൊണ്ട് ദൗത്യം പൂർത്തിയാക്കി. യാത്രയിലെ 3 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച ഇൻസാറ്റ് 3DS-നെ ജിയോ സിങ്ക്രണൈസ്ഡ് ഓർബിറ്റിലെത്തിച്ചു. ദൗത്യം വിജയകരമെന്ന് പ്രഖ്യാപിച്ച ISRO. I'm very happy to announce the successful accomplishment of mission GSLV F-14 INSAT 3DS. The spacecraft has been injected into a very good orbit. The injection conditions were as expected, and we also noted that the vehicle has performed very, very well. ഇൻസാറ്റ് 3DS-ൽ 4 പേലോഡുകളാണുള്ളത്. എർത്ത് ഡിസ്കിന്റെ ചിത്രങ്ങൾ നൽകുന്ന 6 ചാനൽ ഇമേജർ,
മേഘങ്ങളുടെ ഈർപ്പവും താപനിലയും മനസ്സിലാക്കുന്ന 19 ചാനൽ സൗണ്ടർ, വിവിധ കാലാവസ്ഥാ നിലയങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ഡാറ്റ റിലേ ട്രാൻസ്പോണ്ടർ, അപകടത്തിൽപ്പെടുന്ന നാവിക വ്യോമ ഉപകരണങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന സാറ്റലൈറ്റ് എയ്ഡഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ട്രാൻസ്പോണ്ടർ. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപകരണങ്ങളുടെ ശ്രേണിയിലേക്ക് അതിനൂതന സാങ്കേതിക വിദ്യയുമായാണ് ഇൻസാറ്റ് 3DS എത്തുന്നത്. മുൻ തലമുറയിലെ ഇൻസാറ്റ് 3D, ഇൻസാറ്റ് 3DR എന്നിവയ്ക്കൊപ്പം ഇനി ഇൻസാറ്റ് 3DS കാലാവസ്ഥാ പ്രവചനം നടത്തും. 24 ചെന്നൈ. വീണ്ടും സർക്കാർ ഗവർണർ പോര്. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിന് പിന്നാലെ സർക്കാരും ഗവർണറും തമ്മിൽ പോര്. യോഗത്തിൽ പങ്കെടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സുപ്രീംകോടതി വിധി ലംഘിച്ചെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമെന്ന് മന്ത്രി തിരിച്ചടിച്ചു. സെനറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് ഗവർണർക്ക് കൈമാറി. ഇന്നലെ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ VC നിയമന സമിതിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. സെനറ്റിൽ നടന്നത് നിയമവിരുദ്ധ സംഭവങ്ങളാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രോ ചാൻസലർക്ക് സെനറ്റ് യോഗത്തിലേക്ക് പങ്കെടുക്കാൻ അധികാരമില്ലെന്ന് ഗവർണർ. She seems to be totally rudderless. She seems to have no basic manners. She seems to be totally ignorant. And she has no respect for the court and the law of the land. She has no authority to go there. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാനുള്ള ഇടപെടലാണ് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പരോക്ഷ പ്രതികരണം. ചട്ടപ്രകാരമാണ് പ്രമേയം പാസാക്കിയതെന്നും പ്രതിപക്ഷത്തിന് മന്ത്രിയുടെ മറുപടി. നിയമപരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ അഭിപ്രായം. അവര് എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് നീങ്ങട്ടെ. അധ്യക്ഷത വഹിക്കാനും പിന്നെ അതുപോലെ അതിനെല്ലാം അവര് സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും എല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കട്ടെ. അതുപോലെ അവർക്ക് നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടല്ലോ നീതി നിർവഹണത്തിന്. നമുക്ക് അവരത് പോയിക്കോട്ടെ. കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ നൽകാനാകില്ല എന്ന സെനറ്റ് യോഗത്തിന്റെ തീരുമാനം ഉൾപ്പെടുന്ന മിനിറ്റ്സ് ഗവർണർക്ക് കൈമാറി. നോമിനിയെ നൽകുന്നത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമെന്ന് മിനിറ്റ്സിൽ വിശദീകരണം. വിമാനത്താവളത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് പോയ ഗവർണറെ ഇന്നും SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ജനറൽ ആശുപത്രിക്ക് മുന്നിലും AKG സെന്ററിന് മുന്നിലുമായിരുന്നു കരിങ്കൊടി പ്രതിഷേധം. 24 തിരുവനന്തപുരം. 2023 ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉറുദു കവി ഗുൽസാറിനും സംസ്കൃത സാഹിത്യകാരൻ ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കുമാണ് പുരസ്കാരം. 2022 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഗുൽസാറിനെ 2004 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. 2013 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ചിത്രകൂടിലെ തുളസിപീഠ സ്ഥാപകനായ രാംഭദ്രാചാര്യ അറിയപ്പെടുന്ന ഹിന്ദു ആത്മീയ ആചാര്യനാണ്. കർഷക സമരം 5ാം ദിവസവും തുടരുന്നു. ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭുവിൽ ട്രാക്ടറുകളുമായി കൂടുതൽ കർഷകരെത്തി. സമരം തുടരുന്നതിനിടെ ശംഭുവിൽ ഡ്യൂട്ടിക്കിടെ SI കുഴഞ്ഞു വീണ് മരിച്ചു. കേന്ദ്ര സർക്കാരുമായുള്ള 4ാം വട്ട ചർച്ച നാളെ നടക്കാനിരിക്കുന്നതിനാൽ ഇന്ന് സമാധാനപരമായിരുന്നു ശംഭു അതിർത്തിയിലെ അന്തരീക്ഷം. പോലീസുമായി സംഘർഷത്തിന് മുതിരാതെ കർഷകർ ശ്രമിക്കുന്നുണ്ട്. പുതിയ നിർദ്ദേശങ്ങളുമായാണ് കേന്ദ്ര സർക്കാർ നാളത്തെ ചർച്ചയ്ക്ക് തയ്യാറാക്കുന്നത്. സമിതി രൂപീകരിക്കുമെന്നാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമെങ്കിൽ കർഷകർ വഴങ്ങില്ല. ഇതിനിടെ ശംഭു അതിർത്തിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹരിയാന പോലീസിലെ SI ഹിരാലാലാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. കനൌറിൽ പോലീസ് വെടിയുതിർത്തു എന്നാരോപിച്ച് കർഷകർ വീഡിയോ പുറത്തുവിട്ടു. കേന്ദ്രവുമായുള്ള നാളത്തെ ചർച്ച പരാജയപ്പെട്ടാൽ ശംഭു അതിർത്തിയിൽ തമ്പടിച്ച കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങും. BJP നേതാക്കൾക്കെതിരെ പഞ്ചാബിൽ പ്രതിഷേധം തുടരുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ഛാഗർ, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് തുടങ്ങിയവരുടെ വസതികൾ വളഞ്ഞാണ് BKU ഉഗ്രഹൻ പ്രതിഷേധം. 24 ഡൽഹി. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തമിഴ്നാട് വിരുദനഗറിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 10 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചവർ പടക്ക നിർമ്മാണശാലയിലെ തൊഴിലാളികളാണ്. രാസമിശ്രിതം തയ്യാറാക്കുന്നതിനിടെ തീ പടരുകയായിരുന്നുവെന്ന് പോലീസ്. സ്ഥാപന ഉടമയ്ക്കെതിരെ കേസ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ മലയാളി മകന്റെ കുത്തേറ്റ് മരിച്ചു. മെൽവിൻ തോമസ് ആണ് പിതാവ് മാനുവൽ തോമസിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. മെൽവിൻ തോമസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പശ്ചിമബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിൽ അക്ബർ സീതാ സിംഹങ്ങളെ ഒന്നിച്ചു പാർപ്പിക്കാനുള്ള വനംവകുപ്പിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് വിശ്വ ഹിന്ദു പരിഷത്ത് ബംഗാൾ ഘടകം. അക്ബർ സീതാ സിംഹങ്ങളെ ഒരുമിച്ച് പാർപ്പിച്ചാൽ മതവികാരം
വ്രണപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി VHP കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. ഈ മാസം 20-ന് ഹർജി പരിഗണിക്കും. വന്യജീവി ആക്രമണം ഉൾപ്പെടെ മലയോര ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ പ്രതിഷേധ ജ്വാലയ്ക്ക് ആഹ്വാനം ചെയ്ത് താമരശ്ശേരി രൂപത അധ്യക്ഷന്മാർ റെമിജിയോസ് ഇഞ്ചരാനിയിലാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. നാളെ രാവിലെ രൂപതയിലെ എല്ലാ ഇടവകയിലും പ്രതിഷേധം സംഘടിപ്പിക്കും. മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വഴങ്ങാതെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമൻസ് കൈപ്പറ്റാത്തതിനെതിരെ ED നൽകിയ കേസിൽ നൽകിയ റോസ് അവന്യൂ കോടതിയിൽ ഹാജരായത് വെർച്വലായി. മാർച്ച് 16 വരെ കേജ്രിവാളിന് കോടതി സാവകാശം അനുവദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ വിവിധ നിർദ്ദേശങ്ങളുമായി സിറോ മലബാർ സഭ. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കുക, EWS മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുക, വന്യജീവി ആക്രമണത്തിന് പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. കേരള കലാമണ്ഡലം ഭരണസമിതിക്കെതിരെ പരോക്ഷ വിമർശനവുമായി ഇടതെഴുത്തുകാരൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ്. കലാമണ്ഡലത്തിൽ നടക്കുന്നത് മല്ലികാ സാരാഭായുടെ നേതൃത്വത്തിലുള്ള പുതിയ യുഗമാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ തനിക്ക് പങ്കില്ലെന്നും ഗ്രാമപ്രകാശ് ഫേസ്ബുക്കിൽ കുറിച്ചു. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാബ്ലാനി. വന്യമൃഗശല്യങ്ങളിൽ കർഷകരുടെ പ്രതിഷേധം സർക്കാർ കേൾക്കുന്നില്ല. കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന്റെ മരണത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായി. സർക്കാരിന്റെ കർഷകദ്രോഹ സമീപനം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ജോസഫ് പാബ്ലാനി. കോഴിക്കോട് വടകര ആയഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പുകയുയരുന്നത് കണ്ട് കാറിലുണ്ടായിരുന്ന യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. കേരളത്തിലെ 200-ലധികം വാട്ടർ പ്രൂഫിംഗ് പ്രൊഫഷണലുകളെ ഒന്നിപ്പിച്ച വിപ്ലവകരമായ പരിപാടിയായി ബാൻവെറ്റ് ബിസ്മാർട്ട് 2024 മാറി. സാങ്കേതികവിദ്യയുടെയും ബിസിനസ് സംരംഭകരുടെയും സംഗമത്തിൽ പരിശീലന സെഷനുകൾ, ബാൻവെറ്റിന്റെ നൂതന വാട്ടർ പ്രൂഫിംഗ് ഉൽപ്പന്നങ്ങളുടെ തത്സമയ പ്രദർശനം എന്നിവ നടന്നു. കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AR രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ബാൻവെറ്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് MD ഷക്കീർ മുഹമ്മദ്, ബാൻവെറ്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ജാബിർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ 10ാം പതിപ്പിന് ഈ മാസം 23-ന് തുടക്കമാകും. ടൂർണമെന്റിനുള്ള കേരള സ്ട്രൈക്കേഴ്സ് ടീമിനെ കൊച്ചിയിൽ പ്രഖ്യാപിച്ചു. നടൻ ഇന്ദ്രജിത്താണ് ടീം ക്യാപ്റ്റൻ. സിനിമാ താരങ്ങളുടെ ക്രിക്കറ്റ് മാമാങ്കത്തിന് കൂടുതൽ കരുത്തുറ്റ നിരയുമായി കേരള സ്ട്രൈക്കേഴ്സ്. ഒന്നല്ല 3 ടീമിനെ ഇറക്കാനുള്ള ആളുണ്ട് ഇത്തവണ കേരള സ്ട്രൈക്കേഴ്സിന്. 32-അംഗ ടീമിനെയാണ് കൊച്ചിയിൽ പ്രഖ്യാപിച്ചത്. ഇന്ദ്രജിത്താണ് നായകൻ, ബിനീഷ് കോടിയേരി ഉപനായകനും. എല്ലാ രീതിയിലും ഈ വർഷം ഇതിന് മുമ്പത്തെ വർഷങ്ങളെക്കാളും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതിനുള്ള ആത്മാർത്ഥമായൊരു ശ്രമം ഞങ്ങൾ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷം കപ്പും കൊണ്ട് തന്നെ തിരിച്ചു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചന്ദ്രസേനാണ് ടീമിനെ പരിശീലിപ്പിക്കുന്നത്. താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവാണ് മാനേജർ. ഗംഭീര സ്ട്രെങ്ത് അല്ലേ നമുക്ക് തവണ കേരള CCLന്റെ മറ്റൊരു ടീമിനുണ്ടാവില്ല ഇത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു ടീം. ഇവരൊക്കെ നാളത്തെ അടുത്ത കൊല്ലത്തെ ടീമിൻ്റെ ഏറ്റവും നല്ല പ്ലേയേഴ്സായിട്ട് മാറും, അത് ഉറപ്പാണ്. നല്ല സ്ട്രെങ്ത് ഉള്ള ടീമാണ്, നല്ല കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ. അതുകൊണ്ട് ആ ഒരു വിശ്വാസമുണ്ട്. കേരള സ്ട്രൈക്കേഴ്സ് ഉൾപ്പെടെ 8 ടീമുകളാണ് ഇത്തവണ CCLൽ മാറ്റുരയ്ക്കുന്നത്. ബോളിവുഡിൽ നിന്ന് ഒരു ടീമും ബംഗാൾ, ചെന്നൈ, തെലുഗു, കർണാടക, ഭോജ്പുരി, പഞ്ചാബ് എന്നീ പ്രാദേശിക ഇൻഡസ്ട്രികളിൽ നിന്നുള്ള ടീമുകളും. ക്രിക്കറ്റ് ചരിത്രത്തിലെ അവിസ്മരണീയ നിമിഷങ്ങൾക്ക് വേദിയായ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ആദ്യഘട്ട മത്സരങ്ങൾ. 23-ന് മുംബൈ ഹീറോസിനോടാണ് കേരള സ്ട്രൈക്കേഴ്സിന്റെ ആദ്യ മത്സരം. 24-ന് ബംഗാൾ ടൈഗേഴ്സിനെയും നേരിടും. മാർച്ച് 2-ന് തെലുഗു വാരിയേഴ്സിനെതിരായ മത്സരം ഹൈദരാബാദിലാണ്. മാർച്ച് 10-ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ചെന്നൈ റൈനോസിനെയും നേരിടും. 2014-ലും 2017-ലും കയ്യെത്തും ദൂരം നഷ്ടമായ കിരീടം ഇത്തവണ നേടാമെന്ന പ്രതീക്ഷയിലാണ് കേരള സ്ട്രൈക്കേഴ്സ്. സ്പോർട്സ് ഡെസ്ക് 24. തിരികെ പ്രൈം ന്യൂസിലേക്ക്. കായംകുളം MSM കോളേജിലെ മാനേജ്മെന്റ് തലത്തിലെ തർക്കം പൊട്ടിത്തെറിയിലേക്ക്. MSM ട്രസ്റ്റ് സെക്രട്ടറി ഹിലാൽ ബാബുവിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതായി ഒരു വിഭാഗം അവകാശപ്പെട്ടു. MSM ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് മാനേജർ കം സെക്രട്ടറിയായി ഷെയ്ഖ് പി ഹാരിസിനെ ഐകകണ്ഠേന തെരഞ്ഞെടുത്തു. ട്രസ്റ്റ് അംഗങ്ങൾ എന്ന പേരിൽ ചിലർ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഹിലാൽ ബാബു പ്രതികരിച്ചു. നിലവിൽ പ്രിൻസിപ്പൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന കോളേജിൽ അഴിമതി ആരോപണങ്ങളടക്കം ഉന്നയിച്ചാണ് മാനേജരെ പുറത്താക്കിയതായി ഒരു വിഭാഗം പ്രഖ്യാപിച്ചത്.
അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് നിലവിലെ സെക്രട്ടറിയും മാനേജറുമായ ഹിലാൽ ബാബുവിനെ നീക്കിയത്. ഹിലാൽ ബാബു ഞായറാഴ്ച വിളിച്ച വിശേഷാൽ പൊതുയോഗം നടത്തരുതെന്ന് കാണിച്ച് കത്തും നൽകിയിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം വിതരണം ചെയ്ത മെമ്പർഷിപ്പുകൾ അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നും MSN ട്രസ്റ്റിൻ്റെ യഥാർത്ഥ ആജീവനാന്ത അംഗങ്ങൾ ആ പൊതുയോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നവരെ അറിയിക്കാനും യോഗത്തിൻ്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട്. MSM ട്രസ്റ്റിന്റെ ഭാരവാഹിത്വത്തിൽ മാറ്റങ്ങളുണ്ടായിട്ടില്ലെന്നും അടുത്ത ദിവസം ചേരുന്ന പൊതുയോഗത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുമെന്നും ഹിലാൽ ബാബു അറിയിച്ചു. അധികാരമോഹികളായിട്ടുള്ള ചിലർ കരുതി കൂട്ടി നടത്തിയ ഈ നാണംകെട്ട അടിസ്ഥാനമില്ലാത്ത ഈ പ്രചരണത്തിനും അതുപോലെ ആ നീക്കത്തിനും ശക്തമായി ഞാൻ എതിർക്കുകയാണ്. ഈ മാസം ഫെബ്രുവരി 18-ാം തീയതി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം വാർഷിക പൊതുയോഗം കൂടാനിരിക്കുകയാണ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച്. അവിടെ വെച്ച് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കും. മുൻ SFI നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് വിവാദത്തോടെ വാർത്തകളിൽ നിറഞ്ഞ കായംകുളം MSM കോളേജിൽ ചേരാൻ വിദ്യാർത്ഥികൾക്ക് താൽപര്യം നഷ്ടപ്പെട്ടെന്നും പരാതിയുണ്ട്. BSc കെമിസ്ട്രിക്ക് 6 വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. UGC NAC അക്രഡിറ്റേഷൻ പുതുക്കി നൽകിയില്ല. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ മാനേജ്മെന്റിനും അധ്യാപകർക്കും എതിരെ കർശന നടപടി വേണമെന്ന് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ചിട്ടും ഫലമുണ്ടായില്ല. ഇതുവരെ പ്രിൻസിപ്പൽ നിയമനവും നടത്തിയിട്ടില്ല. 24 ആലപ്പുഴ. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.